വാർത്തകൾ വിശദമായി. പുന്നമട പൂരത്തിന് ഇനി 4 നാൾ മാത്രം ബാക്കി. ചരിത്രപ്രസിദ്ധമായ ആലപ്പുഴ നെഹ്റു ട്രോഫി ജലോത്സവം ഓഗസ്റ്റ് 30 ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കും. 21 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 വള്ളങ്ങൾ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് ആലപ്പുഴ കളക്ടർ. സുരക്ഷയ്ക്കായി 1500ഓളം പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി. ഓഗസ്റ്റ് മാസം 30 ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഉദ്ഘാടന കർമ്മ ബഹുമാനപ്പെട്ട CM ആണ് നിർവഹിക്കാൻ നേതൃത്വം. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന മന്ത്രിമാർ, ജില്ലയിലെ MP-മാർ, MLA-മാർ, മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കുന്നതായിരിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ സാംസ്കാരിക കമ്മിറ്റിയുടെയും ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സാംസ്കാരിക ഘോഷയാത്ര ഉൾപ്പെടെയുള്ള ക്രമീകരണം നടത്തിയിട്ടുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം പ്രചാരണ രംഗത്ത് വലിയ മാറ്റങ്ങളാണ്, കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന് പുറത്തേക്ക് ഉൾപ്പെടെ പ്രചാരണം സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ടിക്കറ്റ് വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട് 5 ജില്ലകളിലെ സർക്കാർ ഓഫീസ് വഴിയാണ് നെഹ്റു ട്രോഫിയുടെ ടിക്കറ്റുകൾ വിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ഓൺലൈനായിട്ടും വിൽപ്പന നടത്തി വരുന്നു. ഈ പ്രാവശ്യം വിവിധ വിഭാഗങ്ങളായിട്ട് 71 വള്ളങ്ങളാണ് ഇവിടെ മാറ്റുരയ്ക്കുന്നത്. 71 വള്ളങ്ങളിൽ ചുണ്ടൻ വിഭാഗത്തിൽ മാത്രം ആകെ 21 വള്ളങ്ങളാണുള്ളത്. ചുരുളന് 3, ഇരുട്ടുകുത്തി A 5 എണ്ണം, ഇരുട്ടുകുത്തി B 18, ഇരുട്ടുകുത്തി C 14, വെപ്പ് A 5, വെപ്പ് B 3, തെക്കനോടി തറ 1, തെക്കനോടി കെട്ട് 1 എന്നിങ്ങനെയാണ് മറ്റ് വിഭാഗങ്ങൾ മത്സരിക്കുന്ന വള്ളങ്ങളുടെ എണ്ണങ്ങൾ. ചുണ്ടൻ വള്ളങ്ങൾക്കൊപ്പം ഇരുട്ടുകുത്തി, വെപ്പ്, തെക്കനോടി, ചുരുളൻ വിഭാഗങ്ങളിലുള്ള കളിവള്ളങ്ങൾ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മാറ്റുരയ്ക്കും. 30 രാവിലെ 11 ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളോടെ വള്ളംകളി ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളും നടക്കും. 4 മണി മുതലാണ് ഫൈനൽ മത്സരം. ചുണ്ടൻ വിഭാഗത്തിൽ ഇത്തവണ 6 ഹീറ്റ്സുകളിലായാണ് മത്സരം നടക്കുക. മികച്ച സമയത്തിൽ ഫിനിഷ് ചെയ്യുന്ന 4 ചുണ്ടൻ വള്ളങ്ങൾ ഫൈനലിന് യോഗ്യത നേടും. ചെറുവള്ളങ്ങളുടെ വിഭാഗങ്ങളിലും ഫിനിഷ് ചെയ്യുന്ന സമയം പരിഗണിച്ചാണ് ജേതാക്കളെ തീരുമാനിക്കുന്നത്. സമയക്രമം ഗാലറികളിൽ പ്രദർശിപ്പിക്കും. സമയക്രമം 3 ഡിജിറ്റായാണ് പ്രദർശിപ്പിക്കുക. പുന്നമടയിൽ നെഹ്റു പവലിയൻ്റെയും താൽക്കാലിക ഗാലറികളുടെയും നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. യന്ത്രവൽകൃത സ്റ്റാർട്ടിംഗ് സംവിധാനവും ഫോട്ടോ ഫിനിഷ് സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട്. വള്ളംകളി കാണാൻ എത്തുന്നവർക്കായി കൂടുതൽ ബോട്ടുകളും ബസ്സുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. KSRTC പ്രത്യേക പാക്കേജ് ടൂറിസം സംവിധാനവും ഹെൽപ്പ് ഡെസ്കും ഒരുക്കിയിട്ടുണ്ട്. പാസ് ഉള്ളവർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുക. നെഹ്റു ട്രോഫി വള്ളംകളിയോടനുബന്ധിച്ച് ആലപ്പുഴ നഗരത്തിൽ കനത്ത സുരക്ഷയും ഗതാഗത ക്രമീകരണവും ഏർപ്പെടുത്തും. 1500ഓളം പോലീസുകാരെയാണ് സുരക്ഷാ ജോലികൾക്കായി നഗരത്തിൽ നിയോഗിക്കുകയെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ IPS പറഞ്ഞു. ആലപ്പുഴ നഗരത്തിൽ നമ്മൾ രാവിലെ ഒരു 9 മണി മുതൽ തന്നെ ഒരു വാഹന ഗതാഗത നിയന്ത്രണം നമുക്ക് നടത്തേണ്ടി വരും. അതിനുവേണ്ടി പബ്ലിക്കിൻ്റെ ഭാഗത്ത് നല്ലൊരു കോർപ്പറേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ജില്ലാ കോടതി പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കണമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് 30/8/2025 രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ KSRTC ഓർഡിനറി ബസ്സുകളും ആലപ്പുഴ സ്റ്റാൻഡിൽ യാത്ര അവസാനിക്കുന്ന ബസ്സുകളും ഒഴികെയുള്ള ബസ്സുകൾ ബൈപ്പാസിലൂടെ മാത്രമേ സർവീസ് നടത്താനെന്ന് നമുക്ക് സൗകര്യം ചെയ്യാൻ സാധിക്കുള്ളൂ. കളർക്കോട് കൊമ്മാടി എന്ന ഫീഡർ സ്റ്റേഷനിൽ നിന്നും KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ഓർഡിനറി ബസ് സർവീസ് ഉണ്ടായിരിക്കുമെന്ന് KSRTC അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. 16 DYSPമാരുടെയും 40 ഇൻസ്പെക്ടർമാരുടെയും നേതൃത്വത്തിലാണ് സുരക്ഷാ ജോലികൾ നടക്കുക. ബോട്ടുകളിൽ കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ വിന്യസിക്കും. നഗരത്തിലെ മിക്ക പ്രദേശങ്ങളിലും പുന്നമടയിലും CCTV നിരീക്ഷണം ഏർപ്പെടുത്തും. പോലീസ് ആസ്ഥാനത്ത് കൂടാതെ പുന്നമടയിലും പ്രത്യേക കൺട്രോൾ റൂം ഉണ്ടാകും. നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തുമെന്നും ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ അറിയിച്ചു. പുന്നമടയിൽ ഡ്രോൺ ഉപയോഗിക്കുന്നതിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുന്നമടയുടെ 100 മീറ്റർ ചുറ്റളവ് റെഡ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും SP അറിയിച്ചു. ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ NDBR സൊസൈറ്റി ചെയർമാൻ കൂടിയായ കളക്ടർ അലക്സ് വർഗീസ്, ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ, ADM ആശ C. അബ്രഹാം, NDBR ചീഫ് കോർഡിനേറ്റർ CK സദാശിവൻ, ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PS വിനോദ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ S. സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വിൻ മീഡിയ, ആലപ്പുഴ.